जगहारी राधा माधवा कुंज बिहारी गोपी जन वल्लभा गिरिवरधारी गोपी जन वल्लभा गिरिवरधारी यशोदनंदना व्रजनरंजना यशोदनंदना व्रजनरंजना यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे जय राधा माधव राधा माधव राधे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा एवं विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर शतश्री श्रीमती डिवाइन ग्रेस अभय चरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद की जय आनंद कोटि वैष्णव वृंद की जय श्री राधा माधव की जय श्री श्रीमद् भगवद गीता की जय। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदिरे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 17. അവിനാശീതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി മർഹതി അവിനാശീതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി അവിനാശീതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. യേന യാതൊന്നിനാൽ ഇതം സർവം ഈ ശരീരം മുഴുവനും തഥം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ തത്തു അതാകട്ടെ അവിനാശി നാശമില്ലാത്തതെന്ന് വിധി അറിഞ്ഞാലും അവ്യയസ്യ അവ്യവമായ നാശരഹിതമായ അസ്യ അതിന് ആത്മാവിന് വിനാശം വിനാശത്തെ കർത്തും ചെയ്യുവാൻ കശ്ചിത് ആർക്കും ന അർഹതി അർഹിക്കുന്നില്ല അല്ലെങ്കിൽ ശക്തനാകുന്നില്ല. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഭാവാർത്ഥം:
ശരീരത്തിലെങ്ങും വ്യാപൃതനായിട്ടുള്ള ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. ശരീരത്തിലെന്നും വ്യാപിച്ചിരിക്കുന്നത് എന്തെന്ന് ഏതൊരാൾക്കും അറിയാം. ബോധം അഥവാ പ്രജ്ഞയാണത്. ശരീരത്തിന്റെ ഒരു ഭാഗത്തോ എല്ലായിടത്തുമുള്ള വേദനകളെയോ സുഖ അനുഭൂതികളെയോ പറ്റി എല്ലാവരും ബോധവാന്മാരാണ്. ബോധത്തിന്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ഏശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിന്റെ മൂർത്തിമത് ഭാവമാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. ഒരു മുടിനാരിഴയുടെ തുമ്പിന്റെ 10,000-ൽ 1 അംശം മാത്രമേ ജീവാത്മാവിന് വലിപ്പമുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ശ്വേതാശ്വരതര ഉപനിഷത്തിൽ ഇത് വ്യക്തമാക്കുന്നു. ബാലാഗ്രാശതഭാഗസ്യ ശതദാ കൽപ്പിതസ്യ ച ഭാഗോ ജീവ സവിജ്ഞേയ സചാനന്ദ്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000-ആയി വിഭജിച്ചാൽ അത്ര വലിപ്പം വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. അതുപോലെ ഏശാഗ്രശതഭാഗസ്യ ശതാംശ സാധ്യശാത്മക ജീവ സൂക്ഷ്മോ സ്വരൂപോയം സംഖ്യാതീതോ ഹി ചിത്കണ. മുടിയിഴത്തുമ്പിന്റെ 10,000-ൽ 1 അംശം മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മാ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ ഗണമാണ്. അവ നിരവധിയുണ്ട് താനും. ഭൗതിക ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ചെറിയ ആത്മീയ സ്ഫുലിംഗം. ഔഷധത്തിന്റെ വീര്യം ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ ഈ ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും ചേരുന്നു. ആത്മാവിന്റെ ഈ പ്രഭാവം അവബോധമായി ശരീരത്തിലെങ്ങും അനുഭവപ്പെടുന്നു. ഇത് ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു. ബോധം നഷ്ടപ്പെട്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഏത് പരിചരണത്തിനും അതിൽ ബോധം ഉണർത്താനാവില്ലെന്നും ഏതൊരു പാമരനും അറിയാം. അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണത്തിൽ നിന്നല്ല പ്രജ്ഞയുടെ ഉദ്ഭവം. അത് ആത്മാവിന്റെ സമ്പർക്കത്തിൽ നിന്നാണ് വരുന്നത്. അണുമാത്രനായ ആത്മാവിന്റെ പരിണാമം മുണ്ടകോപനിഷത്തിൽ കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. യേശോ അനുരാത്മാ ചേതസാ വേദിതവ്യോ യസ്മിൻ പ്രാണ പഞ്ചദാ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോതം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിപപത്യേഷ ആത്മാ. പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ്. ഇത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. ജീവനുള്ളവയുടെ എല്ലാം ഹൃദയത്തിൽ കുടിയിരുന്നു കൊണ്ട് ശരീരത്തിലെങ്ങും അതിന്റെ പ്രഭാവം ചെലുത്തുന്നു. 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അതിന്റെ ആത്മീയ പ്രഭാവം വെളിപ്പെടുന്നത്. വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളുടെ സഹായത്താൽ നിയന്ത്രിക്കലാണ് ഹഠയോഗത്തിന്റെ ലക്ഷ്യം. ഭൗതികമായ ഒരു നേട്ടത്തിനും വേണ്ടിയല്ല ഈ യോഗം. ഭൗതിക അന്തരീക്ഷത്തിലെ കുരുക്കുകളിൽ നിന്ന് അണുമാത്രനായ ആത്മാവിനെ മോചിപ്പിക്കുക എന്നതാണ്. അണുരൂപനായ ജീവാത്മാവിന്റെ ഘടന എങ്ങനെയാ എന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ അണ്വാകാരനായ ജീവാത്മാവിനെ സർവവ്യാപിയായ വിഷ്ണു തത്വമെന്ന് കരുതാൻ മൂഢന്മാർക്ക് മാത്രമേ കഴിയൂ. ജീവാത്മപ്രഭാവം ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രം വ്യാപ്തമാണ്. അണുമാത്രനായ ഈ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വാഴുന്നു എന്ന് ഉപനിഷത്ത് സിദ്ധാന്തിക്കുന്നു. ഈ സൂക്ഷ്മാണുവിനെ അളന്നു തിട്ടപ്പെടുത്തൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിന് അതീതമാണ്. അതുകൊണ്ട് അവരിൽ ചിലർ ഇങ്ങനെ ഒരാത്മാവില്ലെന്ന വിഡ്ഢിത്തം കലർന്ന വാദം ഉന്നയിക്കുന്നു. തീർച്ചയായും അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിനോട് കൂടി ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്കോ ആവശ്യമായ ഊർജം അത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾ ഊർജം പകർന്നു കൊടുക്കുന്നത് ആ ജീവാത്മാവാണ്.
ജീവാത്മാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറിയാൽ രക്തോത്പാദനത്തിനുള്ള ശരീരത്തിന്റെ ശക്തി നഷ്ടമാകുന്നു. വൈദ്യശാസ്ത്രം ചുവന്ന രക്താണുക്കളുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഊർജത്തിന്റെ ഉറവിടം ആത്മാവാണെന്ന് തീർത്തു പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ശാരീരിക ശക്തികളെല്ലാം ആ സ്ഥാനം ഹൃദയമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നു. പരമപുരുഷന്റെ അംശങ്ങളെ സൂര്യപ്രകാശത്തിന്റെ തന്മാത്രകളോട് ഉപമിക്കാം. എണ്ണമറ്റ ദീപ്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ. അതുപോലെ പരമപുരുഷന്റെ രശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവത് അംശങ്ങൾ. പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. അതുകൊണ്ട് വൈദിക വിജ്ഞാനം, ആധുനിക ശാസ്ത്രം ഇവയിലേത് അംഗീകരിച്ചാലും ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിലില്ല എന്ന് പറയാൻ സാധ്യമല്ല. പരമദിവ്യോത്തമ പുരുഷൻ സ്വയം തന്നെ ഭഗവത്ഗീതയിലൂടെ ആത്മാവിന്റെ ശാസ്ത്രം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യത്കൃപാതമഹം വന്ദേ ശ്രീ ചൈതന്യേശ്വരം. അവിനാശീതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഹരേ കൃഷ്ണ. ഈ ശ്ലോകങ്ങളിൽ കൂടെയല്ല നമ്മൾ മുമ്പ് കടന്നു വന്ന ശ്ലോകങ്ങളിലും ഇനി അങ്ങോട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളൊക്കെ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ആത്മാവിന്റെ നാശമില്ലായ്മയെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ പറഞ്ഞിരിക്കുന്ന ശ്ലോകം. ഇവിടെ ഇത് ഈ ശ്ലോകത്തിന്റെ വേർഡ് മീനിങ് എടുത്തു. അവിനാശീത് സർവമിതം തദം. ഈ ഇത് ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഏന സർവമിതം തദം, എല്ലാം വ്യാപിച്ചിരിക്കുന്ന, സർവവും വ്യാപിച്ചിരിക്കുന്ന, സർവമിതം തദം എന്നാണ് പറഞ്ഞിരുന്നത്. സർവമിതം തദം, സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന തം ഇതം. ഇവിടെ ആത്മാവിനെ എന്ന് പറയുന്ന വാക്ക് ഇവിടെ എടുത്തു പറയുന്നില്ല. അവിനാശീത് തദ്വിധി ഏന സർവമിതം തദം എന്ന് പറയുമ്പോ അവിനാശീത ഈ ആത്മാവിനാൽ സർവ വ്യാപിച്ചിരിക്കുക പറയുന്നത് തദ്വിധി, അതിനെ അറിയുക, ഇതിനെ എന്നാണ് പറയുന്നത്. ആത്മാവിനെ ഒരു വ്യക്തി എന്നുള്ള രൂപയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഇവിടെ സർവത്വം വ്യാപിച്ചിരിക്കുന്ന തത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന. എനിക്ക് തോന്നുന്നു ആരുടെയോ മൈക്ക് ഓണാണെന്ന് തോന്നുന്നു, അന്ന് മ്യൂട്ടാക്കണം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ മായാവാദികൾ പറയാറുണ്ട്. മായാവാദികളുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മാവ് അത് ഈ പ്രപഞ്ചത്തിന്റെ സർവയിടത്തും ബോധരൂപത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് എന്നുള്ള വിശദീകരണം മായാവാദികൾ കൊടുക്കാറുണ്ട്. ഇവിടെ ശ്രീല പ്രഭുപാദര് പറഞ്ഞിട്ടുള്ളത് ശരീരത്തിലെങ്ങും വ്യാപൃതനായിരിക്കുന്ന ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്നാണ്. ഇത് മായാവാദികളുടെ വിശദീകരണം ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് നമ്മളെല്ലാം ഒരേ ആത്മാവിന്റെ ഒരേ അംശങ്ങളാണ്. മായാവാദ വിശദീകരണം അതാണ്, എല്ലാവരും ഒരേ ആത്മാവാണ്, അത് ബോധരൂപത്തിൽ വേറെ വേറെ പ്രത്യേകമായി വ്യാപിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് എല്ലാം പ്രത്യേകം കുടങ്ങളിലാക്കിയ പ്രത്യേക ബോധങ്ങളാണ്. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ എല്ലാ ആത്മാവും ഒന്നാണ് എന്നാണ് മായാവാദികൾ പറയുന്നത്. മായാവാദികൾ അത്തരത്തിലുള്ള എക്സ്പ്ലനേഷനാണ് ഈ ശ്ലോകത്തിൽ കൊടുക്കുന്നത്. പക്ഷെ അത് ശരിയാണോ എന്ന് നോക്കാം. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ മായാവാദികൾ ഇവിടെ കൊടുക്കുന്നത് ശരിയാണോ എന്നാണ്. കാരണം ഇവിടെ പറയുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇതിന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെയും ശരീരത്തിന്റെയും വ്യത്യാസത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വഭാവത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും ആത്മാവിന്റെ സർവവ്യാപിത്വം സർവയിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള സ്വഭാവത്തിനെ പറ്റിയല്ല ഇവിടെ വിശദീകരിക്കുന്നത്. നിങ്ങൾ തൊട്ട് മുൻപുള്ള ശ്ലോകം നോക്കിയാൽ ന അസതേ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സത ഉഭയോരപി ദൃഷ്ട്വേന്തസ്ത്വനയോ സത്യദർശിനി. ഇവിടെ തത്ത് അസത്ത് എന്നുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അസത് തൊട്ട് മുമ്പുള്ള ശ്ലോകം നോക്കിയാൽ അറിയാം. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്.
പിന്നെ സത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ ശാശ്വതമായത്. ഇവ അസത്ത് ശാശ്വതമായിട്ട് എന്നുള്ള രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശാശ്വതമല്ലാത്തതും അശാശ്വതമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശാശ്വതമല്ലാത്തത് എന്താണ്? ശരീരം. ശാശ്വതമായത് ആത്മാവ്. ഇവിടെ ആത്മാവിനെയും ശരീരത്തിനെയും കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യം. രണ്ട്, ഇവിടെ ഭഗവാൻ ഈ കാര്യം പറയുന്നത് തന്നെ അർജുനന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം മരിച്ചു പോകും, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കൊല്ലുമ്പോൾ അവരെല്ലാം മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ അദ്ദേഹം അഭിസംബോധന ചെയ്യാണ് ചെയ്യുന്നത്. ആ വേദന ഇല്ലാതാക്കാൻ, അതിന് പരിഹാരം, നിന്റെ ബന്ധുക്കൾ മരിച്ചു പോകും എന്നുള്ള അർജുനന്റെ ദുഃഖത്തിന് പരിഹാരമാണ്, അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ശരീരത്തിനെ പറ്റി ഇതിന് മുമ്പോട്ടുള്ള ശ്ലോകം നോക്കിയാലും ശരീരത്തിനെയും ആത്മാവിനെയും പറ്റിയാണ് ഭഗവാൻ പറഞ്ഞിട്ട് വരുന്നത്. 14-ാമത്തില് മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായിനോ അനിത്യം താം തിദിക്ഷസ് ഭാരത. മുമ്പോട്ടുള്ള ശ്ലോകങ്ങളെല്ലാം നോക്കിയാലും ഇവിടെ ശരീരത്തിനെയും ആത്മാവിനെയും കുറിച്ചാണ് പറയുന്നത്. അതായത് നിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ഇവരെല്ലാം ആത്മാവാണ്. പക്ഷെ ഈ ശരീരമല്ല, ആത്മാവാണ്. അതുകൊണ്ട് ശരീരം മരിച്ചാലും ഈ ആത്മാവ് മരിക്കുകയില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോ ആരോ, എനിക്ക് തോന്നുന്നത് ഇതിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ടാക്കിയ കൊള്ളാം. രണ്ടു മൂന്ന് പേരുടെ മൈക്ക് ഓൺ ആണ്, അതുവഴി ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടേയിരിക്കുന്നു. അപ്പോ ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ചും ദേഹത്തിന്റെ നാശത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിനാശീത് തദ്വിദ്ധി ഏന സർവമിതം തതം. അതായത് ഇവിടെ വിശദീകരിക്കുന്നത് ഏന സർവമിതം തതം, ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവിനാശിയായ ആ ഒന്നിനെ കുറിച്ച്, ആ ബോധപൂർവം എല്ലാത്തിനും വ്യാപിച്ചിരിക്കുന്ന ആ ഒന്നിനെ കുറിച്ച് എന്നുള്ള അർത്ഥമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കലും ഇതിന്റെ അർത്ഥത്തിൽ എടുക്കാൻ പറ്റത്തില്ല. പകരം പ്രഭുപാദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശരീരത്തിലെങ്ങും വ്യാപൃതനായ ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഈ എന്താണ് പറയുന്നത്, മായാവാദം, അതായത് അവ്യക്തിഗതവാദം. ആത്മാവ് ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരു പ്രത്യേക വ്യക്തിയല്ല എന്ന് പറയും. അവിടെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഒന്നാണ്. അത് പല പല ബോധങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നു. ഈ ബോധങ്ങൾ ഇല്ലാതാകുമ്പോൾ ആത്മാവെല്ലാം ഒന്നാകുന്നെന്ന് മായാവാദികളുടെ വിശദീകരണം. അതിന് ശ്രീല പ്രഭുപാദ് ഖണ്ഡിക്കുകയാണ് ചെയ്തത്. ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിലെങ്ങും വ്യാപൃതനായിരിക്കുന്ന ആത്മാവിനെ, അതായത് ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ആത്മാവ് ശരീരത്തിന്റെ ഒരു ഭാഗത്ത്, ഹൃദയഭാഗത്തിരുന്നുകൊണ്ട് അത് ബോധത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഊർജത്തിന്റെ രൂപത്തിൽ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ചിട്ടാണ്, ആത്മാവാണെന്ന് പ്രഭുപാദ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അഥവാ ബോധം അഥവാ പ്രജ്ഞ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അതിനെ ആരും വധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത് കൃഷ്ണൻ ഇവിടെ പറയുന്നത് ആത്മാവിന്റെ സർവ്വവ്യാപിത്വത്തെ കുറിച്ചല്ല ഇവിടെ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന്, ശരീരത്തിനെയും ആത്മാവിനെയും കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന്റെ നിസാരതയും അല്ലെങ്കിൽ ശരീരത്തിന്റെ താൽക്കാലികതയും നശ്വരതയെക്കുറിച്ചും ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ചുമാണ് കൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഭഗവാൻ ഇവിടെ ആത്മാവിന്റെ സർവവ്യാപിത്വം എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ല ഇവിടെ. നമുക്ക് അഥവാ ശരി ആത്മാവ് സർവവ്യാപിയാണ് എന്നുള്ള സബ്ജക്റ്റ് ആണ് ഭഗവാൻ പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്താലും കൂടെ ഇവിടെ അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഓരോ ശരീരത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തികൾ നശിച്ചു പോകുമോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വ്യക്തികൾ, ഈ വ്യക്തികളെല്ലാം ആത്മാവാണെന്നും ഈ ആത്മാവ് നശിക്കുകയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ എടുത്താലും ഇതൊരു മായാവാദി എക്സ്പ്ലനേഷൻ അല്ല. മായാവാദികൾ പറയുന്നത് തെറ്റാണ്. ഇവിടെ ഈ വ്യക്തിത്വത്തിനെ കുറിച്ച്, വ്യക്തിത്വമായ ആത്മാവ്, ഒരു വ്യക്തിയായ ആത്മാവ് ഒരു ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ബാക്കി ബോധത്തിന്റെ രൂപത്തിൽ, ഊർജത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഊർജം നമ്മൾ പറയുന്നതാണ്. ആ ഊർജത്തിന് ആണ് പറയുന്ന ബോധം എന്നാണ്. ബോധത്തിന്റെ രൂപത്തിൽ
ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദര് അതിനെക്കുറിച്ച്, ഈ ഊർജത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് ആത്മാവിനെ, ശരീരത്തിന് എല്ലാ ഭാഗത്തും ചുവന്ന രക്താണുക്കൾ രൂപത്തിൽ എല്ലാ ഭാഗത്തിലും ഊർജം എത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ചുവന്ന രക്താണുക്കൾക്കും ഊർജം നൽകുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ആത്മാവ് അതിന്റെ പുറകിലുണ്ടെന്ന് പറയുന്നു. ഊർജം നൽകുന്ന, ആ ശരീരത്തിനകത്ത് നിലനിൽക്കുന്ന. അപ്പൊ ഇവിടെ രണ്ട് കാര്യത്തിനെ പ്രത്യേകിച്ച് പറയാം. ഒന്ന് ആത്മാവ് എന്ന് പറഞ്ഞ ആത്മാവ്. രണ്ടാമത് ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നമ്മൾ അറിയപ്പെടുന്ന ചില സിംറ്റംസ് ഉണ്ടല്ലോ, ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അതായത് ചേതന. ഈ ശരീരത്തിന് നമുക്കതിന് ചേതന എന്ന് പറയും. ശരീരം ഉണ്ട് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ശ്വാസം എടുക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇനി ഒരാളടുത്ത് സംസാരിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. ഈ ചേതന, ഇങ്ങനെ രണ്ട് കാര്യങ്ങള് ശരീരത്തിനകത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് ആത്മാവ്, ആ ആത്മാവ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചേതന എന്ന് പറയുന്നത്. ഇനി ഭഗവത്ഗീതയിൽ ഇന്നൊരിടത്ത് തന്നെ ഭഗവാൻ പറയുന്നത് ഏകദേശേ സിതസ്യാഗ്നേർ യോസ്ന വിസാരണീയത. അതെങ്ങനെ വ്യാപിച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഇനി ഒരു സ്ഥലത്ത് ഭഗവാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഏകദേശേ സിതസ്യാഗ്നേർ ജ്യോത്സ്ന വിസ്താരണീയത. ഒരു സ്ഥലത്തിരിക്കുന്ന ദീപത്തിന്റെ പ്രകാശം എങ്ങനെയാണോ സർവസ്ഥലത്തും വ്യാപിക്കുന്നത്, അതുപോലെ ആത്മാവ് ഹൃദയത്തിന്റെ അന്തർഭാഗത്തിരുന്നു കൊണ്ട് ബോധരൂപത്തിൽ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആത്മാവ് ഈ ഹൃദയത്തിന്റെ അകത്തിരുന്നുകൊണ്ട് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു പറയുന്നു. അപ്പൊ ഇതൊരിക്കലും നമുക്ക് ഇതിൽ നിന്ന് ഒരു മായാവാദ എക്സ്പ്ലനേഷൻ ഇതിനകത്ത് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആ ഒരു സബ്ജക്റ്റേ അല്ല പറയുന്നത്. ചിലര് നമ്മള് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഭഗവത്ഗീത ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ തർക്കിക്കാറുള്ള ഒരു കാര്യം ഇതാണ്. കാരണം ഏന സർവമിതം തതം എന്നുള്ള വാക്ക്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് അവരെടുത്ത് പറയും. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന. പക്ഷെ അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എക്സ്പ്ലനേഷൻ ആണ്. ഏത് രീതിയിൽ എടുത്താലും നമുക്ക് അതിന് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ സർവമിതം എന്ന് പറഞ്ഞത് ഈ ശരീരത്തിന്റെ സർവഭാഗത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവിടെ ഭഗവാൻ പറയുന്നത് പ്രപഞ്ചത്തിനെ പറ്റി അല്ല പറയുന്നത്. ഈ മുഴുവൻ പ്രപഞ്ചത്തിനെ പറ്റി അല്ല ഭഗവാൻ ഇവിടെ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു കാര്യം. അതുകൊണ്ട് ഇത് ഈ സാഹചര്യത്തിൽ ശരിയുമല്ല. ഇത് ഈ ശരീരത്തിനെ പറ്റിയും ആത്മാവിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരം നശിച്ചു പോകുന്നതിനെ പറ്റിയുള്ളതിനെ കുറിച്ചാണ് അർജുനന്റെ വ്യസനം. അപ്പൊ ആ വ്യസനം മാറ്റാൻ വേണ്ടി ഈ ശരീരം നശിക്കുന്നതല്ല, ആത്മാവാണ് എന്ന് ആണ് ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി രാമാനുജാചാര്യ ഒരു വേർഷൻ ഉണ്ട്. രാമാനുജാചാര്യർ പറയുന്നത് ഈ ആത്മാവ് ഒരു ആത്മീയ സ്വഭാവമുള്ളതായതുകൊണ്ട് അത് അതിന്റെ ആത്മീയ സ്വഭാവത്തിൽ സർവത്തിനകത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ ശ്രീ രാമാനുജാചാര്യ പറഞ്ഞത്. അത് ആത്മാവ് ഒരു ആത്മീയ സ്വഭാവമുള്ളത് കൊണ്ട്, അതീന്ദ്രിയ ഭാവമുള്ളത് കൊണ്ട്, അത് ഭൗതികമായ എല്ലാ വസ്തുക്കളുടെയും, എല്ലാ ഭൗതിക സത്തകളുടെയും അകത്ത് ആത്മാവ് എന്ത് ചെയ്യുന്നു? പ്രവേശിച്ചിരിക്കുന്നു പറയുന്നത്. സർവ ആത്മീയ സത്തകളുടെയും ആ ഭൗതിക സത്തകളുടെയും ഭൗതിക വസ്തുക്കളുടെയും അകത്ത് ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ വധിക്കാൻ കഴിയില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ ശ്രീപാദ രാമാനുജാചാര്യർ പറഞ്ഞു. ഇവിടെയും ആത്മാവ് ഒന്നും ബാക്കിയെല്ലാം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒന്നും ബാക്കിയെല്ലാം ചേതന മാത്രമാണെന്നും അത് നശിക്കുമ്പോൾ എല്ലാവരും ഒന്ന് തന്നെയാകും എന്നുള്ള എക്സ്പ്ലനേഷൻ എടുക്കുന്നില്ല. ആത്മാവ് ആത്മീയമായതുകൊണ്ട് എല്ലാത്തിന്റെ ഉള്ളിലും വ്യാപിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീപാദ രാമാനുജാചാര്യർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. അദ്ദേഹം അവിടെ ആ എക്സ്പ്ലനേഷൻ രാമാനുജാചാര്യർ പറയുന്നുണ്ട്, ഇവിടെ ആത്മാവിന്റെ നശിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗത്തിനെയാണ് ഭഗവാൻ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാനുടെ ആത്മാവിന്റെ സർവ്വവ്യാപിത്വത്തെ അല്ല, ആത്മാവിന്റെ നാശമില്ലായക എന്നുള്ള സ്വഭാവത്തിനെ കാണിക്കാനാണ് ഇവിടെ ഈ ശ്ലോകം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗം മൊത്തം ഈ ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിന് മുൻപും പിൻപുള്ള ഭാഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ആത്മാവിന്റെ അനശ്വരതയെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അർജുനനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മരണമില്ല. അപ്പൊ അർജുനന്റെ പ്രശ്നം ഇവരെല്ലാം മരിച്ചു പോകുന്നതാണ്. ഇവരെല്ലാം എന്റെ കൈ കൊണ്ട് മരിച്ചു പോകും, അല്ലെങ്കിൽ അസ്ത്രങ്ങൾ കൊണ്ട് മരിച്ചു പോകും, അമ്പേറ്റ് മരിച്ചു പോകും, വാളുകൊണ്ട് വെട്ടി മരിക്കും, കുന്തം കൊണ്ട് വെട്ടി മരിക്കും,
കുന്തം കൊണ്ട് കുത്തേറ്റ് മരിക്കും. ഇങ്ങനെയുള്ള ആത്മാവിന്റെ നാശത്തിനെ കുറിച്ചുള്ള വ്യസനമാണ് അർജുനനുള്ളത്. രാമാനുജാചാര്യർ പറയുന്നത് അർജുനന്റെ ആ ഒരു വ്യസനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആത്മാവിന്റെ അനശ്വരതയെ പറ്റിയിട്ടാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. കാരണം ഇവിടെ ഈ ഭൗതിക വസ്തുക്കൾ, ആത്മാവ് സർവ ഭൗതിക വസ്തുക്കൾക്കും ഉള്ളിൽ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവ് സകലതിന്റെ അകത്തും പ്രവേശിക്കാൻ ആത്മാവിന് കഴിവുണ്ട്. സകല ഭൗതിക വസ്തുക്കൾക്കകത്തും പ്രവേശിക്കാൻ ആത്മാവ് കഴിവുണ്ട്. പക്ഷെ ആത്മാവിന് അകത്ത് ഇനി ഒന്നിന് പ്രവേശിക്കാൻ പറ്റില്ല. സകലമാന ഭൗതിക വസ്തുക്കളുടെ ഉള്ളിലും ആത്മാവിന് പ്രവേശിക്കാം, പക്ഷെ ആത്മാവിന്റെ ഉള്ളിൽ ഇനി ഒന്നിന് പ്രവേശിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് ആത്മാവിന്റെ മുന്നിൽ ഇനി ഒരു ഭൗതിക വസ്തുവിന് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? ആ ഒരു കാരണം കൊണ്ട് തന്നെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ ഇനി ഒന്നിന് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ള കാരണങ്ങൾക്ക് കൊണ്ട് തന്നെ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു സാധനത്തിനെ കൊല്ലണമെങ്കിൽ, ഒരു സാധനം ഇല്ല നശിപ്പിക്കണമെങ്കിൽ അതിനകത്ത് വേറൊന്ന് പ്രവേശിക്കണം, അല്ലെങ്കിൽ ഒന്നിനെ കുത്തിയിറക്കണം. ഒരാളെ കുത്തി കൊന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ അകത്ത് ഒരു കത്തി കുത്തണം. വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ വെടിയുണ്ട് അയാളുടെ ശരീരത്തിനകത്ത് കയറിപ്പോണം. തീ കത്തി എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിനകത്ത് തീ കയറ്റണം. അതിനകത്തൊരു ഫോഴ്സിനെ അതിനകത്ത് പ്രവേശിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഒന്നിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആത്മാവിന് സർവത്തിനകത്തും പ്രവേശിക്കാനുള്ള, എല്ലാത്തിനകത്തും വ്യാപിക്കാനുള്ള കഴിവുണ്ട്. ആത്മാവിന്റെ വ്യാപന ശക്തി ആത്മാവിന് എന്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാനുള്ള, നുഴഞ്ഞു കയറി ചെല്ലുവാനുള്ള, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാനുള്ള കഴിവ് ആത്മാവിനുണ്ട്. കാരണം അതിന്റെ ആത്മീയ സ്വഭാവം കൊണ്ടാണ്. ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ സ്വഭാവം, ഭൗതികമല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ഭൗതികമായ വസ്തുക്കൾ കൊണ്ടൊന്നും നിർമ്മിക്കാത്തതാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ടോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇത് കൊന്നുകൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഒറ്റതല്ല. അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിന് എല്ലാത്തിനകത്തും പ്രവേശിക്കാൻ കഴിയും. അതാണ് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്, എല്ലാത്തിനും ഉള്ളിൽ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്നത്. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ പർപ്പട്ടിൽ അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തീർച്ചയായും പരമാത്മാവിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം അത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കുന്നത് ഈ ജീവാത്മാവാണ്. ജീവാത്മാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറിയാൽ രക്തോത്പാദനത്തിനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ജീവാത്മാവാണ്. അപ്പൊ ജീവാത്മാവിന് രക്തോത്പാദനം നടത്തുന്നതിന് ഉള്ള ചുവന്ന രക്താണുക്കൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഈ രക്താണുക്കളെ പ്രവർത്തിക്കാനുള്ള ഊർജം കൊടുക്കുന്നതും അതിനകത്തിരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് അല്ലെങ്കിൽ ബോധരൂപത്തിൽ, അത് ഊർജ രൂപത്തിൽ വളരെ സൂക്ഷ്മമായി ഈ ശരീരത്തിലെ ഓരോ അണുക്കൾക്കും ഓരോ തന്മാത്രകൾക്കും ഇടയിൽ എവിടെ കയറിയിരിക്കുന്ന ഈ ആത്മാവ് ബോധരൂപത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ അതാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചാണ്, ആ ഒരു വിശദീകരണമാണ് ചെയ്യുന്നത്. ഇതിന് ഒരിക്കലും ഏന സർവമിധം തതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എന്നുള്ള ഒരു അർത്ഥം നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് വളരെ നമുക്ക് എന്താ പറയാ, വ്യത്യസ്തമായ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ എന്താ പറയാ മിസ്ഇന്റർപ്രിട്ടേറ്റ് ചെയ്യുന്ന, തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കപ്പെടാവുന്ന ഒരു ശ്ലോകമാണ്. മായാവാദി വ്യാഖ്യാനങ്ങൾ കൊടുക്കപ്പെടുന്ന ഒരു ശ്ലോകമാണ്. പക്ഷെ പ്രഭുപാദ് ഇവിടെ എടുത്ത് അതിനെ വളരെ വ്യക്തമായിട്ട് ഈ പാരഗ്രാഫിൽ പറയുന്നത്, അണുമാത്രനായ ജീവാത്മാവ് ഈ ശരീരത്തിനകത്തിരിപ്പുണ്ടെന്നും അത് ഈ ശരീരത്തിനകത്തെ ഓരോ അണുവിനെയും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ ശരീരത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത്. സൂര്യപ്രകാശം എണ്ണമറ്റ ദീപ്താണുക്കളുണ്ട്. അത് സൂര്യപ്രകാശം. അതുപോലെ ഒരു പരമപുരുഷന്റെ പ്രകാശരശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവതംശങ്ങൾ. പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് വൈദിക വിജ്ഞാനം, ആധുനിക ശാസ്ത്രം ഇവയിൽ ഏത് അംഗീകരിച്ചാലും ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. ശരീരത്തിനകത്തുള്ള ആത്മാവിന്റെ സാന്നിധ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് വ്യക്തിയായി ഈ ശരീരത്തിനകത്തുണ്ടെന്നും ആ ആത്മാവാണ് ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതെന്ന് പറയാം. രാമാനുജാചാര്യര് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഇതിന് ആത്മാവിന്റെ അവിനാശി എന്ന് പറയുന്ന, നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഗുണത്തിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു,
ഇനി ഒന്നിന്റെ അകത്ത് കയറിയാൽ മാത്രം, പറഞ്ഞു വന്നത് അതാണ്, ഒന്നിന്റെ അകത്ത് കയറിയാണ് വധിക്കാൻ പറ്റുന്നത്. പക്ഷെ ആത്മാവിന് ഭൗതികമായ ഒന്നിനും ആത്മാവിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ആത്മാവിനെ ഒരു കാരണവശാലും നശിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ 3 തരത്തിലുള്ള വ്യാഖ്യാനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ ബോധം ശരീരം മുഴുവൻ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള മായാവാദി വ്യാഖ്യാനം. എന്താണിത്? ഒന്ന്, ബോധം കൊണ്ട് ഈ ബോധം മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കും. ആത്മാവ് ബോധം എന്നുള്ളത് കൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുള്ള മായാവാദി വ്യാഖ്യാനത്തിനെ കുറിച്ച് പറയുന്നത്. രണ്ടാം എന്താണ് പറയുന്നത്? ആത്മാവ് ബോധത്തിലൂടെ ഈ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ശ്രീല പ്രഭുപാദന്റെ വ്യാഖ്യാനം. ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് ആത്മാവ് ബോധപൂർവം ഈ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. വിശ്വനാഥ ചക്രവർത്തി ഠാക്കുറ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഇതൊരു ശരീരത്തിന്റെ നാശമില്ല എന്നുള്ള വ്യവസ്ഥയെ പറ്റി അറിയിക്കാനാണ് ഭഗവാൻ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനി രാമാനുജാചാര്യ പറയുന്നത് ആത്മാവ് ആത്മീയവും അത്യധികം സൂക്ഷ്മവുമായതുകൊണ്ട് ഇത് സകല ഭൗതിക വസ്തുക്കൾക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ആത്മീയവും വളരെ സൂക്ഷ്മവുമാണ്. അത് ഈ സകല ഭൗതിക വസ്തുക്കൾക്കകത്തും ഇത് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതും, അതുകൊണ്ട് ഇതിന് ഈ ആത്മാവിനകത്ത് ഇനി ഒന്നിന് പ്രവേശിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ആത്മാവിനെ മാറ്റമില്ലാത്തതാണെന്നാണ് ഭഗവത്ഗീതയിൽ പല സ്ഥലത്തും പറയുന്നത്. ആത്മാവിന് മാറ്റമൊന്നും ഇല്ല എന്ന് പറയുന്നത്. ആത്മാവിന് എന്താണ്? വേദാവിനാശനം സിദ്ധി യേനം അജമവ്യയം. ഇതിന് നാശമോ മാറ്റമോ വരുതാത്തതാണ് ആത്മാവെന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന് മാത്രമല്ല, ഭഗവത്ഗീതയുടെ 14-ാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞ കണക്ക് മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത. ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ മൊത്തം നമ്മൾ പരിശോധിച്ചാലും, ഇവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ നമ്മൾ എടുത്തു നോക്കിയാലും, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇവിടെ വിശദീകരിക്കുന്നത് എന്താണ്? ആത്മാവിന്റെ സർവവ്യാപിത്വത്തെ പറ്റിയല്ല, പകരം ശ്രീല പ്രഭുപാദർ പറഞ്ഞു വെക്കുന്ന പോലെ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബോധ രൂപത്തിൽ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ഇവിടെ കൃഷ്ണൻ വിവരിക്കുന്നത്. തൊട്ടടുത്തുള്ള 18-ാമത്തെ എടുത്തു നോക്കിയാലും, ശ്ലോകം എടുത്തു നോക്കിയാലും, അന്തവന്ത ഇവേ നിയമ ദേഹ നിത്യസ്യോക്ത ശരീരഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്യ ഭാരത. നീ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. തസ്മാത് യുദ്ധസ്യ ഭാരത എന്ന് പറയുന്നത്, നീ യുദ്ധം ചെയ്യ് അർജുന എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഈ ശരീരം നശിക്കുകയാണ്, പക്ഷെ ആത്മാവ് നശിക്കില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് നശിക്കില്ല എന്ന് പറയുന്നത് അതായത് ഈ പർട്ടിക്കുലർ ഓരോ വ്യക്തിയാണെന്നും ഇൻഡിവിജ്വൽസിനെ ഒരു വ്യക്തിയെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല എന്നും ഉള്ള കാര്യമാണ് ഇവിടെ മുഴുവൻ പറഞ്ഞു വരുന്നത്. നീ ഒരു ആത്മാവ് എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയാണെന്നും ഈ ശരീരമല്ല എന്നും, ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും നിനക്ക് നാശമില്ല. അതുപോലെ നീ യുദ്ധത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിന്റെ ബന്ധുക്കൾ, ഈ മുഴുവൻ ബന്ധുക്കൾ, ഭീഷ്മരോ ദ്രോണരോ ഉൾപ്പെടെയുള്ള ഈ ബന്ധുക്കളാണെങ്കിൽ പോലും ഇവരാരും തന്നെ മരിക്കുന്നില്ല. ഇവരെല്ലാം ആത്മാക്കളായതുകൊണ്ട് ഇവർക്കൊന്നും മരണം സംഭവിക്കുകയില്ല എന്നാണ് അർജുനനോട് പറഞ്ഞു വയ്ക്കുന്നത്. ഭഗവാനോട് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇതിനകത്ത് ശ്വേതാശ്വതര ഉപനിഷത്തിൽ നിന്നും ഒക്കെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മുടിനാഴിയുടെ നമുക്ക് സ്ഥിരം നമ്മൾ അറിയാവുന്ന ഉദാഹരണങ്ങളാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ബാലാഗ്ര ശതഭാഗസ്യ ശതതാ കൽപ്പിതസ്യ ഭാഗോ ജീവസവിജ്ഞേയ സചാനന്ദ്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000-ആയി വിഭജിച്ചാൽ എത്ര വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. ജീവാത്മാവ് അത്രയും ചെറുതാണ്. ഇവിടെ നമ്മളൊരു മൈക്രോസ്കോപ്പ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു തലനാരിന് 1000 മുറിച്ചിട്ട് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ഉള്ള മൈക്രോസ്കോപ്പ് എടുത്ത് വെച്ചിട്ട് അതിന് ഏറ്റവും ഒരു തലനാരിയുടെ ഏറ്റവും ടിപ്പിനെ നമ്മൾ എടുത്ത് അതിന് 1000 കണ്ണിച്ച് എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ വിശദീകരണം കൊടുക്കും. പക്ഷെ അതിനെ നമുക്ക് അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു തലനാരിഴയുടെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടിപ്പിനെ എങ്ങനെ നമ്മൾ കണക്കിലാക്കും? ആ ടിപ്പിന്റെ അളവ് എത്ര അളവ് വെച്ചിട്ടാണ് നമ്മൾ തലനാരിഴയുടെ ടിപ്പിനെ എടുക്കുന്നത്? ഒരു വലിയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പോ എന്തെങ്കിലും എടുത്തു വെച്ച് അതിനകത്ത് ഒരു തലനാഴിയുടെ അറ്റം എടുത്തു വെച്ച് അതിന്റെ ടിപ്പ് കട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ടിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര എളുപ്പമാണ്. അപ്പൊ ആത്മാവിന്റെ ആ ഒരു അളവിനെ അല്ല കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ 10,000 മുറിച്ച് കിട്ടുന്ന ആ ചെറിയ ഗണത്തിനെ കണ്ടുപിടിച്ചിട്ട് ഇതാണ് ആത്മാവിന്റെ സ്വഭാവം എന്ന് നമുക്ക് അതിസൂക്ഷ്മമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവിടെയും നമ്മൾ കാണിക്കുന്നത് ആത്മാവിന്റെ അളവറ്റ ആത്മാവിനെ നമുക്ക് അളക്കാൻ പറ്റില്ല എന്നുള്ള സ്വഭാവത്തിനെയാണ് ആ ശ്ലോകത്തിൽ കാണിക്കുന്നത്. ആത്മാവിന്റെ അപ്രമേയത്വം, അളക്കാൻ പറ്റാത്തത്, അപരിമിതത്വം, പരിമിതിയില്ല ആത്മാവിന്, അപരിമിതത്വം, കേശാഗ്ര ശതഭാഗസ്യ ശതതാ കൽപ്പിതസ്യ ഭാഗോ ജീവസവിജ്ഞയ സജാനന്ദിയായ കൽപ്പ. അത്ര സൂക്ഷ്മമാണ് ആത്മാവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനെ അളക്കാൻ പറ്റൂല. ഒരു കേശാഗ്രം, ഒരു മുടിയുടെ അറ്റത്തിനെടുത്ത് നമ്മൾ മുറിച്ച് അതിനെ 10,000 പറഞ്ഞു. ഒന്നാമത് അത് അസാധ്യമാണ്. അപ്പൊ ഈ ഒരു അളവ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവാണിത്. അതായത് ആത്മാവ് അത്രയും സൂക്ഷ്മമാണ്. നിങ്ങൾ തലമുടി നാഴികയുടെ അഗ്രം എടുത്ത് 10,000 കീറി മുറിച്ച് നിങ്ങൾ അതൊന്ന് കീറി മുറിച്ച് നോക്കൂ. നമുക്കത് കീറി മുറിച്ച് നോക്കിയിട്ട് ഇതാണ് ആത്മാവ്. അപ്പൊ ആത്മാവിനെ നമുക്കൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് വെച്ചാൽ കാണാൻ പറ്റുമോ? കാരണം ആത്മാവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് അകത്ത് വെച്ചോ കാണാൻ പറ്റുന്ന ഒരു അളവിൽ എടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അതിന്റെ സൂക്ഷ്മതയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്ര സൂക്ഷ്മതയാണ് പറയുന്നത്. സൂക്ഷ്മതയെ കുറിച്ച് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെയും ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന്റെ അപ്രമേയത്വം, അതിനെ അളക്കാൻ പറ്റില്ല എന്നുള്ളത് കാണിക്കാനാണ് അത് പറയുന്നത്. അടുത്ത അതേ ശ്ലോകം തന്നെ ഇനി രണ്ടാമത് ഉദ്ദേശിക്കുന്നുണ്ട്. കേശാഗ്ര ശതഭാഗസ്യ ശതാംശ അദ്യശാംശാത്മക ജീവ സൂക്ഷ്മോ സ്വരൂപോയം സാങ്ക്യാതീതോ ഹി ചിത്കണ. അവിടെ നമ്മള് തൽക്ക് പറയാം. ആ ശ്ലോകം എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേശാഗ്ര ശതഭാഗസ്യ ശതാംശ സാധ്യശാംശക, മുടിയുടെ തുമ്പിന്റെ 10,000 മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മാക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. കണക്കറ്റ ജീവാത്മാക്കളുണ്ട്, അത്രയുള്ള. അവിടെ പിന്നെ അതിന്റെ ആ ശ്ലോകത്തിന്റെ അവസാനം നോക്കണം. സാഖ്യാതീതോഹി ചിത്കണ. നമുക്ക് സാഖ്യാതീതം, അതിനെ ഒരിക്കലും എണ്ണമറ്റ ജീവാത്മാക്കളുണ്ടെന്നാണ് പറയുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവാത്മാക്കൾക്ക് വ്യക്തിത്വം, ഇൻഡിവിജ്വലായിട്ട് വ്യക്തിത്വം ഉണ്ടെന്നും അതിനെ അളക്കാൻ പറ്റാത്തത്ര ചെറുതാണെന്നും അത് അത്രയ്ക്കും സൂക്ഷ്മമാണെന്നുമാണ് പഠിക്കുന്നത്. അപ്പൊ ഒരു ആത്മാവ് മായാവാദി തത്വശാസ്ത്രത്തിന് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇവിടെ ഇല്ല. ആ മായാവാദി വിശദീകരണത്തിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇവിടെ വരുന്നില്ല. ഇനി തൊട്ടടുത്ത് വീണ്ടും പറയുന്നത് ഈ ചെറിയ ആത്മസ്ഫുലിംഗം പറയുന്നുണ്ട്. ഔഷധത്തിന്റെ വീര്യം ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. അപ്പൊ ഈ ചെറിയ ആത്മസ്ഫുലിംഗം ശരീരത്തിനകത്തിരുന്ന് അത് ശരീരത്തിന്റെ സകല ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. എങ്ങനെയാണ്? ഒരാള് ഔഷധം കഴിക്കുമ്പോൾ, മരുന്ന് കഴിക്കുമ്പോൾ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിക്കുന്നത് പോലെ ഈ ആത്മാവിന്റെ ഊർജം അല്ലെങ്കിൽ അതിന്റെ ബോധം, അതിന്റെ വീര്യം എന്ത് ചെയ്യുന്നു? ആത്മാവ് ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നു. അതാണ് നമ്മളെ സ്പർശവും ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം അത് ആത്മാവ് സർവ്വയിടത്തും വ്യാപിച്ചിരിക്കുന്നല്ല, ആത്മാവ് അതിന്റെ ബോധരൂപത്തിൽ, ഊർജ രൂപത്തിൽ അത് ശരീരത്തിനകത്തിരുന്നുകൊണ്ട് സർവ്വ വിഭാഗത്തും അത് ചേതന കൊടുത്തിരിക്കുന്നു. സർവ്വജാതത്തിനെ അറിവുള്ളതാക്കുന്നു, ചേതനയുറ്റതാക്കുന്നു. അപ്പൊ ഈ ആത്മാവ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ചേതനയും ഈ ശരീരത്തിനകത്ത് നശിക്കും. ആത്മാവാണ് ഈ ചേതന, ഈ ശരീരം മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പുറകെ പറ്റി കഴിഞ്ഞാൽ ഇത് ചേതനയറ്റ ശരീരമാവും, ഈ ശരീരം നശിക്കുകയും ചെയ്യും. അപ്പൊ ബോധം നഷ്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഒരു പരിചരണത്തിനും അതിൽ ബോധം ഉണർത്താനാവില്ലെന്നും ഏത് മണ്ടനും അറിയാന്നാണ് പറയുന്നത്. ഏത് അറിവില്ലാത്തവനും അറിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മാവില്ലെങ്കിൽ ഈ ശരീരം, അതായത് ആത്മാവും ശരീരവുമായ വ്യത്യാസം, ആത്മാവില്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരം ചേതനയേറ്റതായി കാണും. അപ്പൊ ആത്മാവാണ് ഈ ശരീരത്തിനെ മൊത്തത്തിൽ ഒരു ചേതനയോടുകൂടി നിർത്തുക. അണുമാത്രനായ ആത്മാവിന്റെ പരിമാണം മുണ്ടകോപനിഷത്തിൽ കുറച്ചുകൂടി. അടുത്ത മുണ്ടകോപനിഷത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കും. യേശാണുരാത്മാ ചേതസാ വേദിതവ്യോ
ഏഷ ഇതിനെ ബുദ്ധിശക്തി കൊണ്ട് മാത്രം അറിയാൻ പറ്റുള്ളൂ എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിന് ശതതാ കൽപ്പിതസ്യ എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ മുടി നാടി എടുത്തിട്ട് നമുക്ക് ആയിരക്കണക്കിന് ഭാഗങ്ങളെ കണ്ടിച്ചിട്ട് ഇതിനെ കണ്ടുപിടിക്കാം, ആത്മാവിനെ നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഇത് ചേതസാ വേദിതവ്യോ, നമുക്ക് എങ്ങനെ ബുദ്ധിശക്തി കൊണ്ട് മാത്രമേ അറിയാവുള്ളൂ. ഇത് എവിടെയാണ് കിടക്കുന്നത്? യസ്മിൻ പ്രാണ പഞ്ചതാ സംവേശ, 5 തരത്തിലുള്ള പ്രാണനിൽ പങ്കിടക്കുകയാണിത്. പ്രാണൻ ഏതൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, 5 വിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. പിന്നെ പ്രാണൈസിത്തം സർവമോദം പ്രജാനം യസ്മിൻ വിശുദ്ധേ വിഭവത് യേശ ആത്മാ. അപ്പോ ഈ ജീവനുള്ള എല്ലാം ഹൃദയത്തിൽ കുടിയിരിക്കുന്നതുകൊണ്ട് ശരീരത്തിലെങ്ങും ഇതിന്റെ പ്രഭാവം ചെലുത്തുന്നു. 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തമാകുമ്പോഴാണ് അതിന്റെ ആത്മീയ പ്രഭാവം. അപ്പൊ ഈ 5 വിധം ആത്മീയ ഇതിന്റെ ഈ പ്രഭാവത്തിനകത്തിരിക്കുമ്പോൾ ആത്മാവ് ഭൗതികമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഈ 5 വിധം പ്രാണവായുക്കളുടെ സ്വാധീനത്തിൽ നിന്ന് വെളി വരുമ്പോഴാണ് ആത്മാവ് അതിന്റെ ആത്മീയ സ്വഭാവം യഥാർത്ഥത്തിൽ ആത്മാവിന് മനസ്സിലാക്കുന്നത്. അതിനുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യോഗികളെ പ്രാണനെ എന്തിനാണ് യോഗികളെ ഈ പ്രാണായാമമൊക്കെ ചെയ്ത് വളരെ അഭ്യാസ മുറകളൊക്കെ ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്തത് ഈ ശരീരത്തിനകത്തുള്ള വായുക്കളെ നിയന്ത്രിച്ചിട്ട് ആ പ്രാണനെ അതിനകത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പ്രാണനെ മുകളിലേക്ക് കൊണ്ടുവരിക്കുന്നു. അപ്പൊ ഈ 5 വിധത്തിലുള്ള യോഗികൾ അവരുടെ പ്രക്രിയകൾ വഴി ജ്ഞാനത്തിൽ കൂടിയും ജ്ഞാനരൂപത്തിൽ ജ്ഞാനസ്വരൂപമായും ആത്മാവിനെ തിരിച്ചറിയാം. പക്ഷെ യോഗികൾ എന്ത് ചെയ്യാണ്? ഈ ആത്മാവ് ഈ 5 രീതിയിലുള്ള പ്രാണവായുക്കൾക്ക് അകത്ത് കിടക്കുന്നുണ്ട്. ഈ 5 രീതിയിലുള്ള ഈ വായുക്കളെയും നിയന്ത്രിച്ചതിന് ശേഷം ആത്മാവിനെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വേർപെടുത്തിയിട്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനെ വേർപെടുത്തി എടുത്തിട്ട് അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് തന്നെ വേർപെടുത്തി ഈ ശരീരത്തിനകത്തുള്ള ഈ 5 തരം വായുക്കളിൽ നിന്നും അതിനെ മോചിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതാണ് യോഗികൾ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രധാനമായിട്ടും ഈ ശ്ലോകം പറയുന്നത് ആത്മാവിന്റെ അനശ്വരതയെ കുറിച്ച് ആണ് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഇതിൽ 2 വാക്കുണ്ട്. ഒന്ന് വിനാശം അഭ്യസ്യാസ്യ എന്ന കഷ്ടിത് കർച്ചുമട്ടത്. ഒരു രീതിയിൽ തന്നെ ചോദിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് ആത്മീയമാണെന്നും അതിനകത്ത് വേറൊന്നിനും ആത്മാവിന് എല്ലാത്തിനകത്തും മുഴുവൻ വ്യാപിക്കാൻ പറ്റും. പക്ഷെ ആത്മാവിനകത്ത് ഇനി ഒന്നിനെ വ്യാപിക്കാൻ പറ്റത്തില്ല. ഒന്നിനെ നശിപ്പിക്കണമെങ്കിൽ ഇനി ഒന്നിനകത്ത് പ്രവേശിച്ചാലേ അതിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആത്മാവ് ആത്മീയമായതുകൊണ്ട് അതിനകത്ത് ഇനി ഒന്നിനും പ്രവേശിക്കാൻ സാധ്യമല്ല. അത് ഭൗതികതയുടെ വെളിയിലാണ്. അത് ഇതിനകത്ത് പെട്ടിരിക്കുന്നതേ ഉള്ളൂ, കവർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്തേക്കൊന്നിനും പ്രവേശിക്കാൻ പറ്റില്ല. പക്ഷെ പകരം ആത്മാവ് ഇതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചെയ്തത്. ഐശ്വര്യ മാതാജി, എന്തെങ്കിലും കമന്റ്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല? എനിക്ക് തോന്നുന്നു ഒന്നിലധികം മൈക്ക് എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ക്ലിയർ ആവുന്നു. എല്ലാരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാധാരണ എല്ലാരും ട്രെയിനില്ല. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രഭു ആത്മാവിനെ പറഞ്ഞ എല്ലാം വൃത്തിയായിട്ട് മനസ്സിലായി. അതായത് ആത്മാവിനെ അതാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ കൊല്ലാനോ തീയിൽ നനയ്ക്കാനോ വെള്ളത്തിൽ കുളിക്കാനോ ഒന്നിനും പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിപ്പോ പ്രഭു പറഞ്ഞപ്പോൾ അത് വളരെ നന്നായിട്ട് മനസ്സിലായി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. താങ്ക് യു പ്രഭു, താങ്ക് യു. സാധാരണ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാരും ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഡൗട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായെന്നായിരിക്കും പ്രഭു. വേറെ ഒന്നും ഉണ്ടായിരുന്നു. ഇല്ല, മനസ്സിലായിട്ടില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. പ്രഭു ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഈ മായാവാദികളുടെ ഫിലോസഫി എന്തുവാ ആത്മാവിനെ പറ്റി? പ്രഭു, മായാവാദം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ശരീരം മുഴുവൻ
അതിപ്പോ ഞാൻ നിങ്ങളെ മായവാദം പ്രീച്ച് ചെയ്യണ പോലെ ആയിപ്പോല്ലോ പ്രഭു. അത് മായവാദം ഞാൻ ചുരുക്കി പറയാം. മായവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം മൊത്തം മായയാണ്. അതായത് ഇതൊന്ന് മായ, ഇല്ലാത്തത് എന്താണോ അതാണ് മായ എന്ന് പറയുന്നത്. നമ്മളും അതാണ് പറയുന്നത്. ഈ ഭൗതിക ശരീരം മായയാണ് എന്ന് പറയും. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. പക്ഷെ നമ്മുടെ വൈഷ്ണവ എക്സ്പ്ലനേഷൻ വച്ച് പറയുകയാണെങ്കിൽ മായ ഇല്ലാത്തതാണ്. പക്ഷെ ഇത് ഇല്ലാത്തതാണെന്നല്ല, ഇത് താത്കാലികമാണ്. ഇത് സ്വപ്നം പോലെയാണ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഇത് സ്വപ്ന സമാനമാണ്, സ്വപ്നം പോലെയുള്ളതാണെന്ന് പറയും. മറ്റുള്ളവർ ഇത് സ്വപ്നമാണ് എന്ന് പറയും. അതായത് മായാവാദികൾ പറയുന്ന ഇനിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈശ്വരൻ, ജീവാത്മാവ്, പരമാത്മാവ് എന്നുള്ള വ്യത്യാസമില്ല. ഇപ്പൊ ഞാനും പ്രഭുവും ഈ ലോകത്തുള്ള സകലരും എല്ലാം ഒന്നാണ്. എല്ലാം ഒരൊറ്റ ആത്മാവാണ്. ഒരൊറ്റ ആത്മാവാണ്. സർവവും വ്യാപിച്ചിരിക്കുന്നു. സർവം ബ്രഹ്മം എന്ന് പറയുന്ന കണക്ക് എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഒരു ആത്മാവാണ്. ഒറ്റ ആത്മാവാണ്. ആ ആത്മാവിന് എന്തുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് വ്യക്തിത്വം വന്നു? ഞാനൊരു വ്യക്തിത്വം, പ്രഭു ഒരു വ്യക്തിത്വം, പ്രത്യേക വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാം പ്രത്യേകമായിട്ടുള്ള ബോധം കൊണ്ടാണ്. അത് ആത്മാവ് ഒന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിത് പറയുന്നത് ഒരു പ്രീച്ചിങ് ആയി പോകുന്നത്. ആത്മാവ് ഒന്നേ ഉള്ളൂ. അത് സർവത്തിനകത്തും വ്യാപിച്ചിരിക്കുന്നു. അതിനവർ പറയുന്ന ഉദാഹരണം, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി അവർ പറയുന്ന ഉദാഹരണം കടല് എന്ന് പറയുന്ന ഒന്നാണ്. കടല് എന്ന് പറയുന്ന ഒന്നാണ്. ആ കടലിനകത്തുള്ള വെള്ളത്തിന് നമ്മൾ ഓരോ കുടങ്ങളിൽ എടുത്തു വെച്ചിരിക്കുന്നു. ഈ കുടമാണ് ശരീരം എന്ന് പറയുന്നത്. ഈ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഈ കുടത്തിനകത്തുള്ള വെള്ളവും കുടത്തിന് വെളിയിലുള്ള വെള്ളവും ഒന്നായി. രണ്ടിൽ വ്യത്യാസമില്ല. അപ്പൊ ഈ കുടം എന്ന് പറയുന്നത് ഒരു മായയാണ്, വേറൊരു സ്വപ്നമാണ്, തോന്നലാണ്. അപ്പൊ അതേപോലെ പിന്നെ രണ്ടാമത് ഒരു കുടം ഇരിക്കുന്നു. ആ കുടത്തിനകത്തും വായുവുണ്ട്, കുടത്തിന് പുറത്തും വായുവുണ്ട്. ഈ കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ കുടത്തിന് പുറത്തുള്ള വായുവും കുടത്തിന് അകത്തുള്ള വായുവും എല്ലാം ഒന്നാണ്. അതുപോലെ മായാവാദികൾ പറയുന്നത് ഞാനും നീയും നിങ്ങളും എല്ലാം ഒരേ ആൾക്കാരാണ്, ഞങ്ങളെല്ലാം ദൈവമാണ്, നമ്മളെല്ലാം ഒന്നാണ്. നമ്മൾ ഈ കുടം ഇടയ്ക്ക് ഇരിക്കുന്ന കണക്ക് നമ്മളൊരു മായയിൽ, ഒരു സ്വപ്നത്തിൽ മുഴുകിയിരിക്കുന്നു. ഈ കാണുന്നതൊന്നും ട്രൂത്ത് അല്ല. ഈ ഭൗതിക ശരീരം എന്നുള്ളത് സ്വപ്നമല്ല. ഒരു പ്രത്യേകം സ്വപ്നത്തിന്റെ ബോധത്തിന്റെ രീതിയിൽ സ്വപ്നത്തിലെ പോലെ നമ്മളെല്ലാം ഇങ്ങനെ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യണം. പക്ഷെ ഈ ഇതില്ലാതായി കഴിഞ്ഞാൽ, നമുക്ക് അതില്ലാണ്, ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം ഒരു വ്യക്തിത്വം ഇല്ല. ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ്. ഞാനും ഈശ്വരനും തമ്മിൽ വേറെ വ്യത്യാസമില്ല, ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അതായത് നമ്മളെ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല. മായാവാദത്തില് നമുക്ക് പ്രത്യേകം വ്യക്തികളല്ല, ഞാനും നമ്മളെല്ലാം ഒറ്റ വ്യക്തിയാണ്. പക്ഷെ ഏതോ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രത്യേകമായ വ്യക്തിത്വം നമ്മളെ ബോധം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ ഉദ്ദേശം എന്താണ്? ഈ ബോധത്തിനെ ഇതിനെയൊക്കെ ഇല്ലാതാക്കിയതിന് ശേഷം നമ്മൾ ആ പരമമായ ബോധത്തിൽ ലയിക്കുക. ഇതാണ് മായാവാദ ഫിലോസഫി. അതായത് നമ്മളിപ്പോ ഒരു സ്വപ്നത്തിലാണ്. ഈ സ്വപ്നത്തിൽ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ഞാൻ, നീ, അത്, ഇത് എന്നുള്ള വ്യത്യാസമില്ല. എല്ലാം ഒന്ന്. സർവം ഖൽവിദം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയും. പക്ഷെ അവര് പരബ്രഹ്മത്തിനെ കുറിച്ചോ ആത്മാവ് പരമാത്മാവ് എന്നുള്ള വ്യത്യാസത്തിനെ കുറിച്ചോ അവർ സംസാരിക്കില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയില്ല, അവരതിനെക്കുറിച്ച് പറയില്ല. അതാണ് മായാവാദം. മായ, ഇല്ലാത്തത് എന്താണോ അത്. ഇത് വാസ്തവത്തിൽ നമ്മളെല്ലാം ഒരു സ്വപ്നത്തിലാണ്. പക്ഷെ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അതിന് പല ഇതുമുണ്ട്. കാരണം അവർ പറയുന്നത് ഇല്ലാത്ത ഒന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഇൻഡിവിജ്വൽ ആയിട്ടൊരു വ്യക്തിത്വം ഇല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോധം ഉണ്ടായി? ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു? ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല പ്രഭു ചിന്തിക്കുന്നത്. പ്രഭുവിന്റെ ചിന്തത്തിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായി? എൻ്റെ ചിന്തയിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായി? രണ്ടാമത്, ഓരോ പ്രത്യേകം ബോധമായിട്ട് എന്തുകൊണ്ട് മാറുന്നു? അപ്പോ ഒരു ജീവാത്മാവിനെ സെപ്പറേറ്റ് ആയിട്ട് ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അതിനവർ പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അതിന് പറയുന്നത് രജൂർ സർപ്പ ന്യായം എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. അതായത് ഒരു കയറിനെ കണ്ടിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു കയറ് കിടക്കുകയാണ്. ഈ കയറിനെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ കയറ് ഒരു സർപ്പമാണെന്ന് വിചാരിക്കുന്നു, അല്ലേ? നമ്മൾ വഴിയിൽ ഒരു കയറ് കിടക്കുമ്പോൾ ഈ കയറ് കണ്ടിട്ട് ഇതിന് സർപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്തത്. അതുപോലെയാണ് ഈ ലോകം. അതായത് ഇല്ല, യഥാർത്ഥത്തിൽ ഞാനും പ്രഭു എല്ലാം ആത്മാവാണ്. പക്ഷെ ഇല്ലാത്ത ഒന്നിനെ കരുതിയിട്ട് നമ്മൾ
ഈ ലോകവും ഇല്ല, ഈ ഭൗതിക പ്രപഞ്ചവും ഇല്ല, ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാം ഇല്ലാത്ത സ്വപ്നത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ഇല്ലാത്ത ഒന്നിനെ കണ്ടിട്ട് നമ്മൾ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെന്ന് പറയുന്നത്. ഇതിലൊരു തെറ്റ് നമ്മുടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കുറ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തതൊന്നാണെങ്കിൽ അവർക്ക് ഈ കയറിനെ കണ്ടിട്ട് സർപ്പം എന്ന് തോന്നണമെങ്കിൽ സർപ്പം എന്ന് പറയുന്ന ഒരു വസ്തു എവിടെയോ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് പ്രഭുവിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. എവിടെയെങ്കിലും ഒരു സാധനം ഒന്നും ഉണ്ടായിരിക്കണം, എങ്കിലേ അത് വെച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കയറിനെ കണ്ട് ഒരാൾക്ക് സർപ്പമെന്ന് കരുതണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവിടെ സർപ്പം എന്ന് പറയുന്ന സംഭവം വേറെ എവിടെയോ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമുക്കങ്ങ് കരുതാൻ പറ്റിയത്. അതുപോലെ ഇവിടെ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്. ജീവാത്മാക്കളും ഭഗവാനും വ്യത്യസ്തരാണ്. ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉള്ളത് കൊണ്ടാണ് അവർ ഈ പ്രത്യേകം മായയിലാവുന്നതും പ്രത്യേകം ബോധമാകുന്നത്. ഒന്നാണെങ്കിൽ ഒരു മായ ഒരു ബോധവും പോലെ. ഇത് ഒരു പ്രത്യേകം മായയും പ്രത്യേകം നമ്മൾ മായയിലും ബോധത്തിലാക്കുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ടാണ്, പ്രത്യേക ലിവിങ് എൻറ്റിറ്റീസ് ആയതുകൊണ്ടാണ്. ഓക്കെ പ്രഭു, അതിനെപ്പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ ഡ്രൈ ആയിപ്പോ. അത് വല്ലാത്ത സംഭവമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ നല്ല ക്ലാസ്സിന് നന്ദി പ്രഭു. വളരെ താങ്ക് യു പ്രഭു. സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.